ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പെയാണ് നമ്മളെല്ലാവരും കണ്ടത് അല്ലേ? പല മുഖങ്ങളും ഇതിൽ ഇപ്പം കാണുന്നില്ല. ഇങ്ങനെ വർഷത്തിലൊരിക്കൽ കാണുമ്പോഴെങ്കിലും എല്ലാവരും ഉണ്ടാവും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടായിരുന്നു. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. എന്തായാലും സംഗീതാഞ്ജലി നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ വലിയ ആളും ആരവങ്ങളൊക്കെയായി നമ്മൾ മസ്കറ്റിൽ തുടങ്ങി. അതിനുശേഷം കുറേ പേര് നാട്ടിലേക്ക് വന്നു. നമ്മുടെ ലീഡർ തന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ സംഗീതാഞ്ജലി ഇവിടേക്ക് ഒരു ശാഖ ഇന്ത്യയിലുമായി. ഒന്ന് രണ്ട് തവണ വളരെ നല്ല രീതിയിൽ തന്നെ പോയി. ഇപ്പോഴും മോശമാണെന്നല്ല അഭിപ്രായം, നല്ലത് തന്നെയാണ്. ഇത്രയും പേരെങ്കിലും ഈ ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി എത്തുന്നുണ്ടല്ലോ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് കൂടുതൽ തവണ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനനുസരിച്ച് നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു സ്വകാര്യമാണ്, ശബ്ദം തീരെ മോശമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീ അറിഞ്ഞു, മമ മോഹം നീ അറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. മൈ
പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. കനവെല്ലാം കതിരാകുവാനെന്നുമെൻ്റെ തുണയാകുവാൻ വരദേ, അനുവാദം നീ തരില്ലേ, അനുവാദം നീ തരില്ലേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. താങ്ക് യു. മാഷേ, എന്താ പറയുക, എനിക്ക് മാഷെക്കുറിച്ച് പറയാനായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരില്ല. എനിക്ക് അത്രയ്ക്കും എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രയാസം. മാഷ് സംഗീതാഞ്ജലിയിൽ വിളിച്ചാലും എന്തിനു വിളിച്ചാലും മാഷ് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷമെന്ന് പറയാം. ഞാൻ പറയുകയാണ്. അപ്പോൾ മാഷ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്തിനും വിളിച്ചാൽ ഓടി വരാറുണ്ട്. എനിക്ക് എല്ലാറ്റിലും മാഷ് എല്ലാ ഭാഗത്തും എൻ്റെ അടുത്തുണ്ട്. എനിക്കതിൽ വലിയ സന്തോഷവും സ്നേഹവും മാഷോട് പറയാനുണ്ട്. മാഷെ സംഗീതാഞ്ജലിയിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് ഞാൻ. ഇനി മാഷ് ഒന്നും കൂടി കയറി വരണം. മാഷ്ക്ക് ഞാനൊരു പൊന്നാടയും കൂടി അണിയിക്കുകയാണ്. ഇന്ന് ഞാൻ കുറേ സമയം മാഷോട് കൂടെ നിന്നുണ്ടെങ്കിലും കൽപ്പാന്ത കാലത്തോളം എന്നുള്ള പേര് ഞാൻ ഇന്നാണ് എടുത്തത്. അപ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷമുണ്ട്. ഒരു സെക്കൻഡ്. സുഹൃത്തുക്കളെ, ഈ ലോക സംഗീത ദിനത്തിൽ മിക്കവാറും എല്ലാ വർഷവും വേറെ വേറെ സ്ഥലങ്ങളിലാണ് പതിവ്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഹരി ഈ ദിവസം തന്നെ വിളിച്ച് ഞങ്ങളൊന്നിച്ച് കൂടാറുണ്ട്. ഇന്ന് ഞാൻ ശരിക്കും കൊല്ലത്തിരിക്കണ്ട, ഞാൻ അവരോട് പറഞ്ഞു ഒഴിവില്ല, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് വൃത്തിയില്ല, അവിടെ ഒത്തിരി ദൂരം വരുന്നതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വളരെ മാനസിക സന്തോഷമുള്ള പരിപാടിയാണ്. അദ്ദേഹം കുടുംബമായിട്ടുള്ള ബന്ധവും ഹരിയായിട്ടുള്ള സ്നേഹവും എത്ര പറഞ്ഞാലും തീരുന്നൊരു കാര്യമല്ല. എന്തായാലും എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ഈ സുദിനത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് സ്നേഹങ്ങൾ പങ്കിടുക. പാട്ടുകൾ പാടാൻ കഴിയുന്നവർക്ക് പാട്ട് പാടാം. എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സന്തോഷിക്കാം. അതിനുള്ള വേദി ഹരി ഉണ്ടാക്കുന്നു. ഇത് വളരെ കാലമായിട്ട് മസ്കറ്റ് നടന്നിരുന്ന ഒരു കൂട്ടായ്മയാണ്. അത് ഇന്നും മുടങ്ങിപ്പോകാതെ നമ്മുടെ നാട്ടിലായപ്പോൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. എന്തായാലും സന്തോഷം. എല്ലാവർക്കും നന്ദി. ആവാസിനാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു.